അനന്ത് മോളിപ്പാട്ട് പാടി നടന്ന സ്കൂളിന്റെ ഇടവഴികളിൽ ഇന്ന് നിശബ്ദതയാണ്, കണ്ണീരാണ്. മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരനായിരുന്നു അനന്തു. 2 ദിവസം മുൻപ് വരെ തങ്ങൾക്കൊപ്പം ഒന്നിച്ചിരുന്ന് പഠിച്ചവൻ. എന്നാൽ ഇനി ആ 39 പേരിൽ അനന്തു ഇല്ല. മിസ് ചെയ്യുന്നുണ്ട് കുറേ. ഇനിയിപ്പോൾ ഈ ബെഞ്ചിൽ 5 ആൾക്കാരായിരുന്നു, ഇനിയിപ്പോൾ 4 ആൾക്കാരേ ഉണ്ടാവുള്ളൂ. ക്ലാസ്സിലെ അവന്റെ പാട്ടും കളിയും ചിരിയും, എത്ര ഓർമ്മകൾ. നല്ല അടിപൊളിയാണ്. അവൻ പാട്ടൊക്കെ പാടും, പഠിത്തത്തിൽ അവൻ ആക്റ്റീവാണ്, നല്ല പഠിക്കുകയൊക്കെ ചെയ്യും. ടീച്ചർ അവനോട് എന്നും പറയും പാട്ടുപാട്. അതുകൊണ്ട് അവസാനത്തെ ദിവസമായപ്പോഴാണ് അവനൊരു പാട്ടുപാടി ഞങ്ങൾക്ക് കേൾപ്പിച്ചെന്നേ. കഴിഞ്ഞ നാളുകളിൽ സ്വന്തം മകനെ പോലെ അവനെ കൊണ്ടു നടന്ന അധ്യാപകർക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറം. ആ മകന് അമ്മയ്ക്ക് മകൻ ആരായിരുന്നു എന്നതുപോലെ മകന് ആ അമ്മ ആരായിരുന്നു ഒന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കാനാണ് ഓരോ അമ്മമാരും ആഗ്രഹിക്കുന്നത്. ആരെ വരാന്റെ കൂടെ കുസൃതി കാണിച്ച് ഡിസിപ്ലിൻ ഡ്യൂട്ടിക്ക് വരുന്ന ടീച്ചേഴ്സിനെ ഒക്കെ കളിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബിയിലും മേയിലും സിയിലും മാറി ഓടിക്കളിക്കുന്ന അനന്തുവിനെ ഓർമ്മയുണ്ടാവും എല്ലാവർക്കും. ചക്കിട്ടപ്പാറ കോളനിയിൽ നിന്ന് മണിമൂളിയിലെ സ്കൂൾ വരെ സ്ഥിരമായി അവൻ നടന്ന വഴികൾ. ഇനി പുതിയ വഴികളിലൂടെ അനന്തുവിന്റെ യാത്ര. അനന്തു മാത്രമേ യാത്രയായിട്ടുള്ളൂ. അവൻ പാടിയ പാട്ടുകൾ, ബാക്കി വെച്ച ഓർമ്മകൾ എല്ലാം ഈ ക്ലാസ് മുറിയിൽ അങ്ങനെ തന്നെയുണ്ട്. ക്യാമറമാൻ നല്ലൈ മുരുകനൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.